യഹൂദനെ പീഡിപ്പിച്ച നാസികളെപ്പറ്റി, ഇസ്രയേൽ രാഷ്ട്ര സ്ഥാപനത്തെപ്പറ്റി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഉയർത്തിയ കൊടിയായ ഇസ്രയേലിനെപ്പറ്റി, ലോക വാർത്താമാധ്യമങ്ങളിൽ ഇസ്രയേൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ചർച്ചാ പരിപാടിയിൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഞാൻ ഒരുപക്ഷെ ഇത് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. എന്നാൽ വേദപുസ്തക പ്രവചനങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസുകളിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, സാർ ഇസ്രായേലിനോ അല്ലെങ്കിൽ പാലസ്തീനെയോ ഏതെങ്കിലും ലോകരാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടല്ല, ബൈബിൾ പ്രവചനങ്ങൾ അത് അതുപോലെ തന്നെ വിശദമാക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഞാന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ എതിർക്കുകയോ ചെയ്യുകയല്ല. എന്നാൽ ലോകം യഥാർത്ഥമായ സത്യം മനസ്സിലാക്കണം. വേദപുസ്തക പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിന്റെ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ്. മുമ്പ് കൂട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ്. ലോക വാർത്താ മാധ്യമങ്ങളിൽ അവർ മുന്തി നിൽക്കുന്നതിന്റെ കാരണം ബൈബിളിൽ ഇപ്പോൾ ഒരു വാക്യം വായിച്ചു. എന്താ അത്? ഞാൻ രാഷ്ട്രങ്ങൾക്ക് അവരെ കൊടിയായി ഉയർത്തുന്നല്ലേ? യെസ്, ഗോഡ് ഹാസ് റൈസ്ഡ് എ ബാനർ ഫോർ ദ നേഷൻസ്. ലോകത്തിലുള്ള സകല മനുഷ്യരോടും പറയുകയാണ്, ഞാൻ ഉയർത്തിയ കൊടി നിങ്ങൾ കണ്ടോ? ഞാൻ എഴുതിയിരിക്കുന്ന ബാനർ നിങ്ങൾ കണ്ടോ? ഇത് ഞാനാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ എന്റെ കരമുണ്ട്. ഇതിന്റെ പുറകിൽ നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ആ ദൂത് മറ്റൊന്നുമല്ല, ചരിത്രം അതിന്റെ സമാപ്തിയിലെത്തുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് മുമ്പ് കൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. അവൻ തന്നെ വാക്ക് പറഞ്ഞു. അവൻ വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, നിങ്ങളിത് സംഭവിച്ച യഹൂദന്റെ മടങ്ങിവരവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുക്കലാണ് എന്നറിഞ്ഞുകൊള്ളണം. കർത്താവ് വേഗം വരുന്നു. ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. യഹൂദന്മാരെ കുറേശ്ശെ കൊണ്ടുവന്നു. 1927 ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷം കഴിയുമ്പോൾ 1.5 ലക്ഷം ജനങ്ങളായി. അവിടെ ദൈവം ഈ സയോണിസ്റ്റ് മൂവ്മെന്റുകള്, പിന്നെ ലവേഴ്സ് ഓഫ് സയോൺ എന്ന് പറയുന്ന റഷ്യയിൽ തുടങ്ങിയ ഒരു മൂവ്മെന്റ്, ഇങ്ങനെയുള്ള അവരുടെ ഹൃദയത്തിൽ അവരുടെ മാതൃരാജ്യത്തെക്കുറിച്ചൊരു ആവേശമുണ്ടാക്കി അവര് ആ ദേശത്തോട്ട്, നമ്മൾ ഓർക്കണം, വളരെ എതിർപ്പുകളും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളും അനുകൂലമല്ലാത്ത ഒന്നുമില്ലാത്ത പരിവരുത്ത മുഖത്തിലേക്ക് കുടിയേറുവാൻ അവർക്ക് മടിയായിരുന്നു. പക്ഷെങ്കിൽ അവരെ കുറേശ്ശെ അവിടെ കൊണ്ടുവന്നു. എന്നാൽ അങ്ങനെ വന്ന് ഒന്നാം ലോകയുദ്ധം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം ആളുകളായി. എന്നാൽ ഇവിടെ ഈ പ്രവചനത്തിൽ വായിക്കുന്ന അതിന്റെ ശേഷം ഞാൻ നായാട്ടുകാരെ വരുത്തും. ഈ നായാട്ടുകാരെ എവിടുന്ന് അവരെ പിടിക്കുമെന്ന് പറഞ്ഞ് എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നുകളിൽ നിന്നും പാറപ്പുറപ്പിൽ നായാടി പിടിക്കും. അത് വാസ്തവത്തിൽ നാസികളാണ്. ഓഹോ, അത് ശരി. രണ്ടാം ലോകയുദ്ധകാലത്ത് യൂറോപ്പിൽ ഒളിച്ചിരുന്നവരെ പിടിച്ചെടുക്കുകയായിരുന്നു. ഹിറ്റ്ലറിന്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു അഡോൾഫ് ഐക്മാൻ എന്ന് പറയുന്ന ആൾ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാരവൃത്തി ഐക്മാനെ പിടിച്ചതാണ്. അത് യഹൂദൻ ഐക്മാനെ പിടിച്ചാണ്. ഐക്മാൻ എല്ലാ ദിവസവും 5000 പേരിൽ കുറയാതെ യഹൂദന്മാരെ യൂറോപ്പിൽ നിന്ന് ഗ്യാസ് ചേമ്പറിൽ എത്തിച്ചുകൊണ്ടിരുന്നു. ഡെയിലി 5000 പേരെ. ഭയങ്കരം. അവരെ അങ്ങനെ കൊന്നൊടുക്കിയിട്ട് രണ്ടാം ലോകയുദ്ധത്തിൽ ഈ നാസികളുടെ പടയാളികൾ പരാജയപ്പെടുമ്പോൾ, അലൈഡ് ഫോഴ്സസ് പരാജയപ്പെടുമ്പോൾ ഈ അഡോൾഫ് ഐക്മാനെ പിടിച്ചു, ജയിലിലാക്കി. പക്ഷേ ഒരു ബ്രിട്ടീഷുകാരന്റെ പോലീസുകാരന്റെ വേഷത്തിൽ അദ്ദേഹം അവിടുന്ന് ചാടി രക്ഷപ്പെട്ടിട്ട് താന് ജർമ്മനിയിലെ വരാന്തരത്തിൽ ഒരു മരം വെട്ടുകാരനായിട്ടിരുന്നു. 3 വർഷം ജീവിച്ചിട്ട് അന്ന് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് കവർ ചെയ്തെടുത്ത സ്വർണങ്ങളും മറ്റും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന എടുത്തോണ്ട് ലാറ്റിൻ അമേരിക്കയിൽ പോയി മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറ്റി പ്ലാസ്റ്റിക് സർജറി ചെയ്തു. എന്നാൽ ഈ മനുഷ്യനെ പിടിക്കുവാൻ യഹൂദ ചാരന്മാര് അവന്റെ പുറകെ നടന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാരവൃത്തി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പോലും അറിയാതെ അദ്ദേഹത്തെ തൂക്കിയെടുത്തുകൊണ്ട് വന്നു. ഇസ്രായേൽ പിടിച്ചു. അഡോൾഫ് ഐക്മാനെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റി ലാറ്റിൻ അമേരിക്കയിൽ താമസിച്ചിരുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഇസ്രയേലിൽ വിധിച്ചിട്ട് ചുട്ട് ചാമ്പലാക്കിയ ചാരം അവർ മെഡിറ്ററേനിയൻ കടലിൽ വിതറി. അതാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാരവൃത്തി. എന്നാൽ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ നാസികള് യൂറോപ്പിൽ
ഉണ്ടായിരുന്ന യഹൂദന്മാരെ പിടിച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, മീൻപിടുത്തക്കാർക്ക് ശേഷം ഞാൻ നായാട്ടുകാരെ വരുത്തും. അവർക്ക് ജീവിപ്പാൻ ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അവർ കുടിയേറാൻ തുടങ്ങി. ജീവരക്ഷാർത്ഥം പലസ്തീന്റെ മണ്ണിലോട്ട് അവർ കുടിയേറി. അങ്ങനെ രണ്ടാം ലോകയുദ്ധം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം ജനങ്ങൾ അവിടെ വന്നു. ഇസ്രായേലുകാർ ഇസ്രായേലിലേക്ക് വന്നു. ആ വന്നത് അവിചാരിതമല്ല, ദൈവം കൊണ്ടുവന്നതാ. മീൻപിടുത്തക്കാരിലൂടെയും നായാട്ടുകാരിലൂടെയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ആ സ്ഥലത്തിലോട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ ഒരു ക്രമമായിരുന്നത്. ക്രമത്തിൽ ദൈവം അവരെ അവിടെ കൊണ്ടുവന്നതാണ്. എന്നാൽ ഇനിയും അവരെ അവിടെ കൊണ്ടുവന്ന ശേഷം നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ അത്തിവൃക്ഷം തളിർക്കുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അത്തിവൃക്ഷം നമ്മൾ ഓർത്ത് യഹൂദനാണ്. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, ഇത് കണ്ടാൽ ഞാൻ അടുക്കലായിരിക്കണം, അടുക്കലാണെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തു എന്നല്ല. വളരെ അടുത്തുന്ന. ഞാൻ 1-2 വാക്യം കൂടെ വായിച്ചാൽ അതിന്റെ ഗൗരവം കാണിക്കാം. പ്രവചനം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നു, ഒരു പ്രത്യേക കാലഘട്ടം. യോവേൽ പ്രവചനം നമുക്ക് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കാം. അതിന്റെ ശേഷം നമുക്ക് ജെരമ്യാവിൽ തിരിച്ചു വരാം. യോവേൽ പ്രവചനം 3:1 ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. മതി, ഞാൻ അവരുടെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളും കാലങ്ങളും. അപ്പൊ ചരിത്രത്തിൽ അവരുടെ സ്ഥിതിക്കൊരു മാറ്റം വരുന്ന നാളുകളും കാലങ്ങളും ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. അത് ബൈബിൾ പ്രവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാക്യം കൂടെ നോക്കിയാട്ടെ, ജെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ജെരമ്യാവ് 30:3. അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. യെസ്, ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള ഒരു കാലം, ഞാൻ അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു നാളുകളും കാലങ്ങളും. അവള് വചനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ചരിത്രത്തിൽ ദൈവം ഒരു പ്രത്യേക കാലഘട്ടം, ഇവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്. അത് വന്നു എന്നുള്ളത് തിരുവചന പ്രവചനത്തിലൂടെ വ്യക്തമാണല്ലോ. അതെ അതെ. 2000 വർഷം പീഡിപ്പിക്കപ്പെട്ട ജനമാണോ ഇന്ന് അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി പിറന്നു വീണ ശേഷം? തീർച്ചയായിട്ടും അവരിന്നൊരു മഹാശക്തിയായിട്ട് മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ച്, ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൊച്ചു രാജ്യം, ഏതാണ്ട് 470 കിലോമീറ്റർ നീളവും ഏതാണ്ട് 135 കിലോമീറ്ററുള്ള ഏറ്റവും വീതി കൂടിയ ഭാഗം. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിന്റെ പോലും വലുപ്പമില്ലാത്തൊരു കൊച്ചു രാഷ്ട്രം, ഏതാണ്ട് 22 അറേബ്യൻ രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങൾ അവരെ ചുറ്റിക്കിടക്കുക. അവരെ അവരുടെ ബദ്ധ ശത്രുക്കളാണ്. അവരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചിട്ടും അവരെ യാതൊരു കാരണവശാലും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോൾ വിജയത്തിന്റെ കൊടികൾ പാറുകയാണ്. അപ്പോൾ ഈ 22 രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഈ കിടക്കുന്ന ഈ കൊച്ചു രാഷ്ട്രം ഇതുപോലെ നിലനിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ജീവനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിവൃത്തിയിരിക്കുന്നതിന്റെ ഒരു തെളിവാണല്ലേ? അതിന്റെ കാരണം ഞാൻ പറയാം, എന്നോട് അല്പം കഴിഞ്ഞ് ചോദിച്ചാൽ മതി. ഒരു വാക്യം കൂടി ഞാൻ കാണിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു നാളുകളും കാലങ്ങളും ദൈവം ചൂണ്ടിക്കാണിച്ചു. 102-ാം സങ്കീർത്തനം എടുത്തേ, നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം നമുക്ക് അറിയിപ്പ് അവിടെ തരുന്നുണ്ട്. ഇത് പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 102-ാം സങ്കീർത്തനത്തില് 13-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. കണ്ടോ, സിയോൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ശരി. നീ എഴുന്നേറ്റ് അവളോട് കൃപ കാണിക്കുന്ന ഒരു കാലം, അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ഇത് ആ കാലഘട്ടം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അടുത്തായിട്ട് പറയുന്നു. അടുത്ത വാക്യത്തിൽ അത് കാണുന്നുണ്ട്. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. ഇതെന്താണെന്ന് ചോദിച്ചേക്കാം. എന്താണത് പറയുന്നത്? ദൈവം ഇങ്ങനെ കരുണ കാണിക്കുമ്പോൾ, അവളോട് കൃപ കാണിക്കുമ്പോൾ, അതിന്റെ കല്ലുകളോട്, ഏതിന്റെ കല്ലുകളോട്? സിയോന്റെ കല്ലുകളോട് അവൾക്കൊരു താല്പര്യം, ഇസ്രായേലിന് താല്പര്യം തോന്നുന്നു. യെസ്, നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നില്ലേ അവർ ചെന്ന് വിലാപമതലിന്റെ കല്ലുകളിൽ ചുംബിക്കുന്നത്? ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കാസറ്റ് കണ്ടപ്പോഴും അതിനകത്ത് ആ കാര്യം കാണുകയുണ്ട്. കണ്ടില്ലേ, അവർ വിലാപമതലിന്റെ കല്ലിൽ ചുംബിക്കുകയും അവിടെയുള്ള കല്ലുകളും പൂഴികളും അവർ വാരിയെടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ ദേശത്തെ അവർ പരിശോധിച്ചു നോക്കുകയാണ്. അത് അവർക്ക് സാധ്യമല്ലായിരുന്നു. യെരുശലേമിൽ അവർക്ക് പ്രവേശനമില്ലായിരുന്നു. 67-ലാണ് പ്രവേശനം കിട്ടുന്നത്. അത് നമുക്ക് പുറകെ ചിന്തിക്കാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ദൈവം ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിച്ചു. യോവേലിലും ജെരമ്യാവിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചു ഒരു പ്രത്യേക കാലഘട്ടമുണ്ട്, അവളോട് ദൈവം കൃപ കാണിക്കുന്നത്. അന്ന് ഇത് ചെയ്യും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ 15-ാം വാക്യം ഒന്ന് വായിച്ച്. 15-ാം വാക്യം, യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. സ്തോത്രം. നോക്കുക, ബുദ്ധിയുള്ളവർക്ക് അത് ഗ്രഹിക്കാം. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ, when the Lord shall build up Zion, he shall appear in his glory
യഹോവ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവൂല്ലേ? യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവ് മഹത്വത്തിലുള്ള പ്രത്യക്ഷതയല്ല. മഹത്വം അവൻ ഊരിവെച്ചിട്ടാണ് ഭൂമിയിൽ വന്നത്. എന്നാൽ വചനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ഇത് സംഭവിക്കുമ്പോൾ ദൈവം ഇങ്ങനെ അവരോട് കൃപ കാണിച്ച് അവരുടെ സ്ഥിതിക്കൊരു മാറ്റം വരുന്ന ദിവസത്തിൽ, അവൻ സിയോനെ പണിയുന്ന കാലഘട്ടത്തിൽ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഓഹോ, അത് ശരി. ഇത് ഒന്നാം വരവല്ല. ഒന്നാം വരവിൽ മഹത്വത്തിൽ വന്നിട്ടില്ല. ഇത് രണ്ടാം വരവാണ്. കർത്താവ് മഹത്വത്തിൽ മടങ്ങി വരുന്ന കാര്യമാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മടങ്ങിവരവിന് മുമ്പ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ ആ മടങ്ങിവരവ് അടുത്തെന്നാണ് ദൈവം ലോകത്തോട് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു മത്തായി 24:32 തൊട്ട് അത്യയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കണം, അത് വീണ്ടും തളിർത്ത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ അടുക്കലാണെന്ന് അറിഞ്ഞുകൊള്ളണം. അത് ശരി. അതാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അടയാളമാണ് യഹൂദ രാഷ്ട്രം. നമ്മൾ ചോദിച്ചല്ലോ, ഇന്ന് അവര് ഈ ലോകത്തിൽ ഈ 2000 വർഷം പീഡിപ്പിക്കപ്പെട്ട് അവർ കിടന്നിരുന്നു. കിടന്നു. എന്നാൽ ഇന്ന് അവർ പരാജയപ്പെടുന്നില്ല. എന്താ കാരണം? നമ്മളിപ്പോ ചിന്തിച്ചേക്കാം അവർ വലിയൊരു സൈന്യമായ കാര്യങ്ങളായെന്ന്. എന്നാൽ അതിന്റെ പുറകിൽ മറ്റൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കണോ? അതൊന്ന് കേൾക്കുക. ബൈബിൾ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറിയാം. 2 വാക്യം ചേർത്ത് വായിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ലേവ്യ പുസ്തകവും എസെക്കേൽ പ്രവചനവും എടുക്കണം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലും അതുപോലെ എസെക്കേൽ പ്രവചനം 36-ാം അധ്യായം എടുത്താലേ നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. നമ്മള് ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നു എന്നൊരു തോന്നല. എന്നാൽ ഇവർ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുകയും ഇവർ ഉപദ്രവിക്കപ്പെടുകയും മറ്റുള്ളവർ ഇവരെ ചവിട്ടിത്താഴ്ത്തുകയും കൊല്ലുകയും ചെയ്തപ്പോൾ ഇതിനു പുറകിൽ ദൈവത്തിന്റെ അവരോടുള്ള മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് നോക്കുക. ആദ്യം ലേവ്യ പുസ്തകം 26-ന്റെ 41-ാം വാക്യം നോക്കിയേ. 41-ാം വാക്യം. ഞാനും അവർക്ക് വിരോധമായി നടന്ന് ഐ വാസ് അഗെയിൻസ്റ്റ് ദം. ഐ വാസ് വാക്കിംഗ് അഗെയിൻസ്റ്റ് ദം. ഞാൻ അവർക്ക് വിരോധമായി നടന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ അവർക്ക് വിരോധമായിരുന്നു. വിരോധമായിരുന്നപ്പോഴാണ് ഇവരെ മറ്റു രാജ്യങ്ങളിൽ ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇനി എസെക്കേൽ 36-ന്റെ 9 നോക്കി. 36-ന്റെ 9-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഹലോ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്താണ് അനുകൂലമായിരിക്കുന്നു? അപ്പോ ഇസ്രായേലിന്റെ ഈ വിജയത്തിന്റെയും മഹത്വത്തിന്റെയും ഒക്കെ രഹസ്യം അതാണല്ലേ? യെസ്, അതാണ് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇന്ന് അനുകൂലമാണ്. അനുകൂലമായപ്പോൾ അതിന്റെ തന്നെ 24-ാം വാക്യം നോക്കിയാട്ടെ. 24-ാം വാക്യം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. അത്ഭുതമായിരിക്കുന്നു. യെസ്, അനുകൂലമായപ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ ഇടപെടലിന് വ്യത്യാസം വന്നു. ഈ 36-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 21 പ്രാവശ്യം, ശ്രദ്ധിക്കണം, 21 പ്രാവശ്യം ഐ വിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഭാവികാല പ്രയോഗമായിട്ട് പണ്ടേ പ്രവാചകൻ പറയാം, ഞാനത് ചെയ്യും. നമ്മൾ ഈ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് വരച്ചു നോക്കിയാൽ മതി. 21 പ്രാവശ്യം ദൈവം അത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പം വായിച്ചത്. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് സകല ജാതികൾ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. ഞാനത് ചെയ്യും. ഈ ഇസ്രായേലിന്റെ മടങ്ങിവരവ് അവിചാരിതമല്ല. അത് ശരി. സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. ഓഹോ. ഇന്ന് അവർ പരാജയപ്പെടാത്തതിന്റെ കാരണം ദൈവം ഒരിക്കൽ അവർക്ക് പ്രതികൂലമായിരുന്നപ്പോൾ അവർ ശിക്ഷിക്കപ്പെട്ടു. അവർ വളരെ പീഡ അനുഭവിച്ചു. എന്നാൽ ദൈവം ഇന്ന് അവർക്ക് അനുകൂലമായിരിക്കുന്നു. എത്രയോ ഗൗരവമായി നമ്മൾ ഓർക്കണം. വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഇതിൽ കൂടുതൽ ഒരു അടയാളം നോക്കേണ്ട ആവശ്യമില്ല. ഈ യഹൂദൻ സാറേ, അതിനിടയ്ക്ക് ഒരു സംശയമുള്ളത്, യഹൂദൻ ഇപ്പോഴും ഈ മശിഹയെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ സാധാരണ നമ്മൾ കാണുന്നത്. അവർ ഇന്നും മശിയെ സ്വീകരിച്ചിട്ടില്ല. അവരൊരിക്കലും യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കത്തില്ല. അവരുടെ ചിന്തയിൽ ഏകസത്യദൈവമായ യഹോവ മാത്രമേ ദൈവമായിട്ടുള്ളൂ. അവർ തത്വത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവരുടെ ചിന്തയിൽ മശിഹ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് ശരി. ദാവീദിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അവരുടെ മശിഹ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർക്കൊരു മശിഹ മടങ്ങി വരും എന്നുള്ളത് പ്രവചനം അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഏറിയ പങ്കും ഇന്ന് വിശ്വസിക്കുന്നില്ല. ഞാനത് അല്പസമയം കഴിയുമ്പോൾ എടുത്ത് കാണിക്കാം. അത് അവര് ദൈവത്തിന് മുമ്പിൽ മലിനപ്പെട്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് 50%. നമ്മൾ ഓർക്കണം, ഏകസത്യ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന ജനത്തിൽ 50% നിരീശ്വരന്മാരാണ്. യെസ്, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല 50%. എന്നാൽ ഇവിടെ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് ചോദിച്ചൊരു ചോദ്യം കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് റോമാലേഖനത്തിലാണ്. ആ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. റോമാലേഖനം 11-ന്റെ 15. 9, 10, 11 അധ്യായം യഹൂദനെ കുറിച്ച് പറയുന്നതാണ്.
റോമർ 9, 10, 11 യഹൂദനെ കുറിച്ച് പറയുന്നതാണെന്ന് വേദപുസ്തകം വായിക്കുന്ന പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാം. അതിൽ 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. വായിച്ചാട്ടെ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ആരുടെ ഭ്രംശം? അവരുടെ ഭ്രംശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ കാര്യമാണ്. ഇസ്രായേലിന്റെ ഭ്രംശം, കാസ്റ്റിംഗ് ഓഫ് ദം. ഞാൻ പറഞ്ഞു 9, 10, 11 അധ്യായം ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വന്നേക്കാം, അവരുടെ ഭ്രംശം എങ്ങനെയാണ് ലോകത്തിന്റെ നിരപ്പിന് കാരണമായതെന്നൊരു ചോദ്യം വന്നേക്കാം. അതെ അതെ, ഞാൻ പറയാം. ഭ്രംശം, കാസ്റ്റിംഗ്, അവരെ തെള്ളിക്കളയുക എന്നുള്ളതാണ്. നമ്മള് വചനം പഠിച്ച പല വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം എടുത്താൽ അതിന്റെ 46-ാം വാക്യം. നമ്മൾ ഈ റോമാലേഖനം മറിക്കണ്ട, പക്ഷെ അതിനോട് ചേർത്ത് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഇത് പല ആവർത്തി പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ പൗലോസും ബർണബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്ന് നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴും ജാതികളുടെ മധ്യത്തിലോട്ട് പറഞ്ഞയച്ചില്ല. ആദ്യം അങ്ങനെ പോകരുതെന്നാ പറഞ്ഞത്. പോകരുതെന്നാ പറഞ്ഞത്. അവന്റെ പുനരുത്ഥാന ശേഷവും ശിഷ്യന്മാർ പോകുന്നത് യഹൂദന്മാരുടെ മധ്യത്തിലാണ്, യഹൂദന്മാരുടെ ഇടയിലേക്കാണ്, യഹൂദന്മാരുടെ മധ്യത്തിലാണ്. പൗലോസോട് പറയുന്നത് ആദ്യം ദൈവം നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു, നിങ്ങൾ അതിനെ തെള്ളി നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു. അതുകൊണ്ട് ഞങ്ങള് ജാതികളിലോട്ട് തിരിയുകയാണ്. ജാതികൾ എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക്. 15-ാം അധ്യായം നിർത്താട്ടെ. 15-ാം അധ്യായത്തില് നമ്മള് വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തില് ആ 14-ാം വാക്യം തുടങ്ങി നോക്കിയാട്ടെ. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അടുത്ത വാക്യം, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. ദാവീദിന്റെ കൂടാരങ്ങൾ എന്ന് പറയുന്നത് യഹൂദനെ കുറിച്ചാണ്. ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ പറഞ്ഞ വാക്ക് നോക്കിയ 16-ാം വാക്യം, അനന്തരം. അതെ. ആഫ്റ്റർ ദിസ്. ആഫ്റ്റർ വാട്ട്? എന്തിന്റെ ശേഷം? ആ 14-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? 14-ാം വാക്യത്തിൽ വായിച്ചിരിക്കുന്നത് തന്റെ ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ച സംഭവമാണ്. അതാണ് നമ്മള് 13-ാം അധ്യായത്തിൽ വായിച്ചത്. അതെ. യഹൂദൻ തിരസ്കരിച്ചപ്പോൾ ലോക ജനതയുടെ മധ്യത്തിൽ നിന്ന് ദൈവം ഒരു ജനത്തെ എടുക്കാൻ തുടങ്ങി. ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു പോന്നു. അതാണ് നമ്മൾ വായിച്ചത്. റോമാലേഖനം 11-15 അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കാരണമായി തീർന്നു. ഇസ്രായേൽ മശിഹയെ തള്ളിയതുകൊണ്ട് ആ മശിഹയെ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾക്ക് മറ്റ് രാഷ്ട്രങ്ങൾ കാരണക്കാരായി തീർന്നല്ലേ? അതെ. 11-11 വായിച്ചു നോക്കിയാട്ടെ. റോമാലേഖനം 11-11 അവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളും അല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അവരുടെ ലംഘനം ഹേതുവായി. ആരുടെ? യഹൂദന്റെ തിരസ്കരണം ജാതികൾക്ക് രക്ഷയ്ക്ക് കാരണമായി. ഞാൻ പഴയ നിയമത്തിലൊരു സംഭവം പറയാം. രൂത്തിന്റെ പുസ്തകത്തിൽ എലിമലേക്കും നവോമിയും കുടുംബവും മോബ് ദേശത്തേക്ക് അവർ പോകാൻ പാടില്ലായിരുന്നു. അവർ അവിടെ പോയതിന്റെ ഫലമായി ഒരു പുറജാതിക്കാരത്തെയായ രൂത്ത് രക്ഷയിലേക്ക് കടന്നു വന്നു. അതെ അതെ. ശരിയാണോ? അതെ അതെ. യോസേഫ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. യോസേഫിനെ വേണ്ട എന്ന് പറഞ്ഞ് അവർ പൊട്ടക്കിണറിൽ ഇട്ടുകളഞ്ഞു. ആ യോസേഫിനെ പിന്നീട് അവർ തിരിച്ചറിയുന്നത് നാളുകൾക്ക് ശേഷമാണ്. അവന്റെ സ്വന്തം സഹോദരന്മാർ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊരു സംഭവമുണ്ട്. ജോസഫിന്റെ വലത്തുഭാഗത്ത് പുറജാതിക്കാരത്തെയായ ഒരു ഭാര്യയുണ്ട്. യേശുക്രിസ്തു അവരുടെ മധ്യത്തിലേക്ക് വന്നു. അവനെ അവർ തിരസ്കരിച്ചു. ആ തിരസ്കരിച്ചതിന് ഫലമായി അവൻ ഇന്ന് ലോക ജനതയ്ക്ക് രക്ഷയുടെ വാതിൽ തുറന്നു കൊടുത്തു. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളതാ വായിക്കുന്നത്. ലോകത്തിൽ ലംഘനങ്ങളെ കടക്കിടാതെ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിക്കാൻ ഇന്ന് ലോകത്തിൽ ഏതും മനുഷ്യനും പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് അടുത്തു വന്നാൽ അത് ശരി, ആ പാപത്തെ ക്ഷമിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. അത് സംഭവിച്ചത് യഹൂദന്റെ തിരസ്കരണം മൂലമാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് അടുത്തു വരാം. റോമലേഖനം 11-15 പൗലോസ് പറഞ്ഞത് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കാരണമായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവരെന്നാ ഉയർക്കുന്നത്? മരിച്ചവർ ഉയർക്കുന്നത് എപ്പോഴാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുദ്ധാനം പ്രാപിക്കുകയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോഴാണ് ഈ മരിച്ചവരുടെ പുനരുദ്ധാനം. അതെ, വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ്. ഇപ്പോൾ പൗലോസ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യഹൂദന്റെ ഭ്രംശമാണ് നിങ്ങൾക്ക് നിരപ്പ് തന്നതെങ്കിൽ അവന്റെ അംഗീകരണം
ഈ ഉയിർപ്പിനല്ലാതെ മറ്റെന്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി മാത്രമാണെന്നാണത്. ഓഹോ, അത് ശരി. അപ്പോൾ യഹൂദന്റെ ആ അംഗീകരണം എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട വലിയൊരു ലക്ഷണമാണ്. അതല്ലേ കർത്താവായ യേശു ക്രിസ്തു മത്തായി 24 ഓർപ്പിച്ചത്? അതല്ലേ നമ്മൾ സങ്കീർത്തനം 102 വായിച്ചത്? അതാണ് വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവനെ ഒരു വലിയ അടയാളമായി നൽകപ്പെട്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു അടയാളമായിട്ട് കൊടുത്തിരിക്കുക. ഇനി ഒരു വളരെ ശ്രദ്ധിച്ചാൽ ഗൗരവപൂർണമായ ഒരു കാര്യം ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാം. ഇവരുടെ ഭ്രംശത്തിന് 2 മുഖമുണ്ട്. ഇവരുടെ അംഗീകരണത്തിന് 2 മുഖമുണ്ട്. എന്താണ് ഈ ഭ്രംശത്തിന് 2 മുഖം? അവർക്ക് രാഷ്ട്രീയ ഭ്രംശവും ആത്മിക ഭ്രംശവുമുണ്ട്. അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കാമോ? വിശദമാക്കാം. ആത്മികമായി ദൈവം അവരെ കൈവിട്ടു. ഇസ്രായേൽ രാഷ്ട്രത്തെ കൈവിട്ടു. നമ്മൾ അതാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതെ. ആദ്യം നിങ്ങളോട് ദൈവം പ്രസംഗിക്കേണ്ടതാണ്, നിങ്ങൾ അതിനെ കൈക്കൊണ്ടില്ല, നിങ്ങളെ തള്ളി അതെ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പൊ ആത്മികമായിട്ട് അവരെ അങ്ങ് രാഷ്ട്രമായിട്ട് കൈവിട്ടിട്ടും അവർ രാഷ്ട്രമായി നിലനിൽക്കുക. അതെ, രാഷ്ട്രമായിട്ട് ഇന്ന് നിലനിൽക്കുക. രാഷ്ട്രമായിട്ട് അവർ നിലനിന്നിരുന്നു അന്ന്. അതെ. AD 70 പിന്നെ ഒരു രാഷ്ട്രമല്ലാതായി തീർന്നത്. അതെ. അപ്പോൾ അവർക്കൊരു ആത്മിക ഭ്രംശവും ഒരു രാഷ്ട്രീയ ഭ്രംശവും ഉണ്ടായിരുന്നു. അതെ. അതുപോലെ തന്നെ അംഗീകരണത്തിനും ഒരു രാഷ്ട്രീയ അംഗീകരണവും ഒരു ആത്മിക അംഗീകരണവും ഉണ്ട്. ഓഹോ. അവരിനിയും അവരുടെ മഷിക തിരിച്ചറിയും. അതാണ് ആത്മിക ഭ്രംശം മാറുന്നത്, ആത്മിക അംഗീകരണം. അന്ന് വന്ന് ക്രൂശിക്കപ്പെട്ടത് സാക്ഷാൽ മഷികയായിരുന്നു അവർ അംഗീകരിക്കണം. അപ്പോൾ അവരുടെ ആത്മീയ ഭ്രംശം മാറും. എന്നാൽ ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. യഹൂദന്റെ ആത്മിക ഭ്രംശത്തിനും രാഷ്ട്രീയ ഭ്രംശത്തിനും മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദൈവസഭയുടെ പണി തുടങ്ങി. ഇന്ന് രാഷ്ട്രീയ ഭ്രംശം മാറി ഒരു രാഷ്ട്രമായി മാറി. ആത്മിക ഭ്രംശം മാറുന്നതിന് മുമ്പ് ദൈവസഭയുടെ നിന്ന് മാറ്റപ്പെടണം. മനസ്സിലായോ? അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. അവരുടെ ആത്മിക ഭ്രംശത്തിനും രാഷ്ട്രീയ ഭ്രംശത്തിനും മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസഭയുടെ പണി തുടങ്ങി. ഇന്ന് രാഷ്ട്രീയ ഭ്രംശം മാറി ഒരു രാഷ്ട്രമായി. ഇനിയും ആത്മിക ഭ്രംശം മാറി കുത്തിവെങ്കിലേക്ക് നോക്കി അവർ രക്ഷപ്പെടണം. എന്നാൽ അതിനു മുമ്പ് ദൈവസഭയുടെ പണി പൂർത്തീകരിക്കണം. ദൈവത്തിന് ഇനിയുള്ള പദ്ധതി അപ്പോസ്തലപ്രവൃത്തി 15 വായിച്ചില്ലേ? ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ കടാക്ഷിച്ചു. അനന്തരം അതിന്റെ ശേഷം ദൈവസഭയുടെ പണി നടന്ന ശേഷം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ വീണ്ടും നിവർത്തും. ഇതൊരു കാര്യം വിളിച്ചു പറയുന്നു. യേശുക്രിസ്തു വേഗം മടങ്ങി വരികയാണ്. അതിലേക്കുള്ള കാലലക്ഷണങ്ങൾ, വിരൽ ചൂണ്ടികൾ ആണ് ഈ ഇസ്രയേൽ എന്നുള്ള രാഷ്ട്രത്തിന്റെ സ്ഥാപനവും അവരുടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള മടങ്ങിവരവും എല്ലാം അല്ലേ? അതാണ് വേദപുസ്തക പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ വ്യക്തമായി, യാതൊരു സംശയമില്ലാതെ പത്രോസ് രേഖപ്പെടുത്തിയ പോലെ ഞങ്ങൾ ചില നിർമ്മല കഥകളെ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നതല്ല. ഇതൊക്കെ ചില കഥകളോ ചില കെട്ടുകഥകളോ അല്ലെങ്കിൽ ചില വികാരത്തിൽ നിന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. ചരിത്രത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന ദൈവിക ആലോചനകളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം എന്ന് വാസ്തവത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും തോന്നിപ്പോവുകയാണ്. അതെ, ദൈവത്തിന്റെ കരം നമ്മൾ ഓർത്തു. മനസ്സിലാക്കാൻ നൽകപ്പെട്ട ഏറ്റവും വലിയ അടയാളമാണ് ഈ രാഷ്ട്രം. ദൈവം ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, അവന്റെ ചരിത്രത്തിൽ കാര്യങ്ങളെ സമാപ്തിയിലേക്ക് നീക്കുന്നുവെന്ന് യേശുക്രിസ്തു മടങ്ങി വരുന്നു, രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യമാക്കുന്നു യഹൂദന്റെ ചരിത്രം പ്രവചന വെളിച്ചത്തിൽ പരിശോധിച്ചാൽ. അപ്പോൾ ഈ യഹൂദ രാഷ്ട്രത്തിന്റെ ഈ ചരിത്രം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന ഗൌരവതരമായ ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശം എന്താണ്? ആ സന്ദേശമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നു. അവനെ കൈക്കൊണ്ടവർ, അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവർ അവനോടൊത്ത് സൌഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനെ തിരസ്കരിച്ചിട്ടുള്ളവർ നിത്യനാശത്തിലേക്ക് പോകാൻ പോവുകയാണ്. ആ ദൌത്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാനത് അവസാനിപ്പിക്കാം. അത് വീണ്ടും ഈ കേൾവിക്കാരിൽ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യം നമുക്ക് നോക്കാം. ഞാനത് വായിക്കട്ടെ? വായിച്ചാട്ടെ. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാറിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അടുത്ത വാക്യം. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവർ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ചു കൂടുകയും ചെയ്യും. മതി, ശ്രദ്ധിച്ചോ? 4 ദിക്കിൽ നിന്നും. ഇത് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതല്ല. ബാബേൽ പ്രവാസത്തിൽ മടങ്ങുന്ന ഒരു രാജ്യത്തിൽ നിന്ന് വന്നാൽ മതി. നമ്മൾ നേരത്തെ ചിന്തിച്ചു ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കുമെന്ന്. അങ്ങനെ ചിതറിക്കപ്പെട്ടത് AD 70-ലാണ്. പിന്നീട് അവരെ കൂട്ടിവരുത്തുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ കൂട്ടിവരുത്തുമ്പോൾ 12-ാം വാക്യം നോക്കിയാട്ടെ. അവൻ ജാതികൾക്ക് എന്ന് പറഞ്ഞാൽ നേഷൻസിന്
ഒരു കൊടി ഉയർത്തി. എ ബാനർ. ഹി വിൽ റൈസ് എ ബാനർ ഫോർ ദ നേഷൻസ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ബാനർ കാണാറുണ്ട്. ആ ബാനറുകൾ എപ്പോഴും കിളത്തിയാ കിട്ടുന്നത്, വളരെ ഉയർത്തി കിട്ടുന്നത്. എന്തിനാണ്? പോകുന്നവരൊക്കെ ഒന്ന് വായിക്കണം. സ്വർഗത്തിലെ ദൈവം ഒരു ഉയർത്തിക്കെട്ടിയ ബാനറുണ്ട്. അത് ഇസ്രായേലാണ്. അത് ആർക്ക് വേണ്ടിയാണ് ഉയർത്തിയിരിക്കുന്നത്? ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി. രാഷ്ട്രങ്ങൾക്ക്, അതെ. ജാതികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി അവരെ ഉയർത്തിയിരിക്കുന്നു. ഞാൻ സൗറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. അവരെക്കുറിച്ച് വാർത്ത വരാത്ത ഒരു വാർത്താ മാധ്യമ പത്രമെങ്കിലും ഒന്ന് കാണിക്കാവോ? ഇന്ന് മിക്കവാറും ഉള്ള പത്രങ്ങളിലും റേഡിയോ, TV മാധ്യമങ്ങളിലും എല്ലാം ഇസ്രായേലാണ്. എന്റെ പ്രിയ സഹോദര, ഇവിടെ മാത്രമല്ല, ലോകത്തിലാകമാനമുള്ള സകല മാധ്യമങ്ങളിലും മുഴച്ചു നിൽക്കുന്ന ഒരു വാർത്തയാണ് യഹൂദൻ എന്ന് പറയുന്ന ഒരു വാർത്ത. ഞാൻ നിങ്ങളോട് ചോദിച്ചോളട്ടെ, ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ചൈനയുടെ അടുക്കൽ കിടക്കുന്ന ചെറിയൊരു ദ്വീപാണ് തൈവാൻ. അമേരിക്ക അല്പനാളുകൾക്ക് മുമ്പ് തൈവാന്റെ പക്ഷവും ചൈനയോട് എതിർത്ത് നിന്ന രാഷ്ട്രമാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ട വാർത്തയാണ്, ഈ തൈവാനോടുള്ള അവരുടെ റിലേഷൻഷിപ്പ് അവർ ടെർമിനേറ്റ് ചെയ്തിട്ട്, അവരുടെ ട്രീറ്റി ടെർമിനേറ്റ് ചെയ്തിട്ട് ചൈനയുമായിട്ട് അവർ ബായ് ബായ് ആയി. എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധത്തിലായി അമേരിക്ക. അത് ശരി. അമേരിക്ക ചില ഭൗമിക നേട്ടത്തോടുള്ള ബന്ധത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ഈ ചൈനയോട് അവർ ബന്ധപ്പെട്ടത്. ലോകത്തിലേതാണ്ട് 1 ബില്യൺ പോപ്പുലേഷൻ ഉള്ള ഒരു വലിയ രാജ്യമാണ് ചൈന. എന്നാൽ ആ വാർത്ത ലോകത്തിലുള്ള എല്ലാ വാർത്താ മാധ്യമങ്ങളും പൊട്ടിപ്പുറപ്പെട്ടൊരു വലിയ വാർത്തയായിരുന്നു. അതെന്തുകൊണ്ടാണ്? അമേരിക്ക ചൈനയോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടു, ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയോട്. പക്ഷേ ഒരു കാര്യം മറന്നുപോലെ, ആ വാർത്ത ലോക മാധ്യമങ്ങളിൽ ഒരു മാസത്തിൽ കൂടുതൽ നിന്നില്ല. അത് ശരി. ഒറ്റ മാസത്തിൽ കൂടുതൽ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മാസികകളിൽ ഒന്നാണ് ടൈം മാഗസിൻ, ന്യൂസ് വീക്ക് ടൈം. ഒരു ന്യൂസ് വീക്കിൽ ഒരു വാർത്ത വന്നാൽ അത് ആധികാരികമായിട്ടുള്ളൊരു വാർത്തയാണ്. അതിന്റെ ഫ്രണ്ട് പേജിൽ ഒരു തലക്കെട്ട് വന്നാൽ അതിനെക്കുറിച്ചുള്ള വലിയ ആധികാരികമാണ്. ഈ ചെറിയ ലോകഭൂപടത്തിൽ ഒരു പൊട്ടുപോലെയുള്ള രാജ്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് 30-40 പ്രാവശ്യം ഫ്രണ്ട് പേജിലുള്ള ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞു ഈ ടൈം മാഗസിൻ. എന്ന് പറഞ്ഞാൽ ലോക വാർത്താ മാധ്യമങ്ങളിൽ അവർ മുന്തി നിൽക്കുന്നതിന്റെ കാരണം ബൈബിളിൽ ഇപ്പോൾ ഒരു വാക്യം വായിച്ചു. എന്താ അത്? ഞാൻ രാഷ്ട്രങ്ങൾക്ക് അവരെ കൊടിയായി ഉയർത്തുന്നല്ലേ? യെസ്, ഗോഡ് ഹാസ് റൈസ്ഡ് എ ബാനർ ഫോർ ദ നേഷൻസ്. ലോകത്തിലുള്ള സകല മനുഷ്യനോടും പറയുകയാണ്, ഞാൻ ഉയർത്തിയ കൊടി നിങ്ങൾ കണ്ടോ? ഞാൻ എഴുതിയിരിക്കുന്ന ബാനർ നിങ്ങൾ കണ്ടോ? ഇത് ഞാനാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ എന്റെ കരമുണ്ട്. ഇതിന്റെ പുറകിൽ നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ആ ദൂത് മറ്റൊന്നുമല്ല, ചരിത്രം അതിന്റെ സമാപ്തിയിലെത്തുകയാണ്. എന്റെ പുത്രൻ മടങ്ങി വരുമെന്ന് മുമ്പ് കൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. അവൻ തന്നെ വാക്ക് പറഞ്ഞു. അവൻ വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, നിങ്ങളിത് സംഭവിച്ച യഹൂദന്റെ മടങ്ങിവരവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുക്കലാണ് എന്നറിഞ്ഞുകൊള്ളണം. കർത്താവ് വേഗം വരുന്നു. അവൻ വരുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കായി കാത്തു നിൽക്കുന്ന ഈ ഭൂമിയിൽ അവനെ സ്വീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച പാവപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ അവഗണിക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും ഒരുപക്ഷെ ലോകത്തിൽ പീഡ അനുഭവിക്കുന്നവരുമാണ്. എന്നാൽ അവൻ വരുമ്പോൾ, തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അന്ന് അവനു വേണ്ടി കാത്തിരുന്ന ജനം ആരാണെന്ന് ലോകം മനസ്സിലാക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ദൈവം ഉയർത്തിയ ഇസ്രായേൽ രാഷ്ട്രം എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അതുമാത്രവുമല്ല, ഈ സന്ദേശങ്ങൾ തുടർന്നുള്ളതായിരിക്കുന്ന നാളുകളിൽ അനേകരെ ക്രിസ്തുയേശുവിന്റെ മഹത്വകരമായ ആ മടങ്ങിവരവിന് വേണ്ടി ഒരുക്കുവാനും ഈ സന്ദേശങ്ങൾ കൊടുക്കുന്നവർ ആ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. യേശുക്രിസ്തു വരുത്തുന്ന ആ ജീവിത പരിവർത്തനം, ആത്മരക്ഷ, ജീവിതത്തിന് നൽകുന്ന ശാന്തിയും സമാധാനവും അനുഭവിച്ചറിയുവാൻ അനേകർക്ക് ഇതിന്റെ കേൾവി കാരണമായി തീരും എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ പ്രത്യേകം നന്ദിയുണ്ട്. ദൈവം സാറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവർ ഉയർക്കുമോ? മനുഷ്യചരിത്രത്തിലെ പഴക്കമേറിയതും പ്രയാസമേറിയതുമായ ഒരു ചോദ്യമാണിത്. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഇതിന്റെ ഉത്തരം നമുക്ക് തരുന്നത്. അഥവാ ക്രിസ്തുവാണ് ഇതിന്റെ ഉത്തരം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഭയപ്പെടേണ്ട പൈതലേ, ഞാൻ നിന്ന ഭയസ്ഥാനം സങ്കേത നഗരമാമെന്നിൽ നീ അണയുക.
പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എന്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആശയാൽ നിറഞ്ഞിടും ആനന്ദം തുളുമ്പിടുന്നേ ആമഹൽ സുദിനമോർത്താൽ എന്റെ ആമയം അകന്നിടുന്നേ ആശയാൽ നിറഞ്ഞിടും ആനന്ദം തുളുമ്പിടുന്നേ ആമഹൽ സുഖങ്ങൾ വേണ്ട പാർത്ഥിവൻ യേശുവിനാൽ എന്നും കാത്തിടണം ഭൂമിയിൽ പാപത്തിൻ ഇമ്പം വേണ്ട പാരിതിൻ സുഖങ്ങൾ വേണ്ട പാർത്ഥിവൻ യേശുവിനാൽ എന്നും കാത്തിടണം ഭൂമിയിൽ പാടുപെട്ടവനായെന്നും ഞാൻ പാടുമെന്നായുസ്സെല്ലാം കാലമായി എന്റെ കർത്താവിൻ വരവതിനായി കാന്തനെ കാണുവാൻ ഇനി കാലങ്ങളധികമില്ല. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. PEACETRACT peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ജീവജലം പോസ്പോസ്നാലെ പുതപ്പിലെ പിയ കോട്ടയം 11. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.